നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഈ പാകിസ്ഥാനുമായിട്ട് ഇന്ത്യക്കകത്ത് ആർക്കൊക്കെ ബന്ധമുണ്ട് എന്നുള്ളതിനെക്കുറിച്ച് മുമ്പും പല ചർച്ചകളും പ്രസ്താവനകളും ഒക്കെ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ കോൺഗ്രസ് പാർട്ടി പറയുന്നത്, കോൺഗ്രസ് പാർട്ടിയുടെ കർണാടകത്തിൽ നിന്നുള്ളത്, പാകിസ്ഥാൻ കോൺഗ്രസ് പാർട്ടിക്ക് ശത്രു രാജ്യമല്ലെന്നും തങ്ങൾക്ക് അയൽ രാജ്യം മാത്രമാണെന്നും കർണാടക കോൺഗ്രസ് കൗൺസിലറാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്. പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യങ്ങളുമായി വിജയം ആഘോഷിച്ചതിനെതിരെയുള്ള വിമർശനങ്ങൾക്കിടെയാണ് വീണ്ടും കോൺഗ്രസ് നേതാവിൻ്റെ വിവാദ പരാമർശം. കോൺഗ്രസിൻ്റെ രാജ്യസഭാ വിജയത്തിന് ശേഷം പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യങ്ങൾ ഉയർത്തിയതിനെക്കുറിച്ചുള്ള BJPയുടെ ചോദ്യങ്ങൾക്കായിരുന്നു കൗൺസിലറുടെ വിവാദ മറുപടി. സംഭവത്തിൽ വീണ്ടും പ്രതിഷേധം ശക്തമായിരിക്കുകയാണ്. കോൺഗ്രസ് ദേശവിരുദ്ധ വികാരം വളർത്തിയെടുക്കുകയാണെന്ന് BJP കുറ്റപ്പെടുത്തുന്നു. ശത്രു രാജ്യവുമായുള്ള കോൺഗ്രസ് ബന്ധത്തെക്കുറിച്ച് BJP ചോദ്യം ചെയ്തിരുന്നു. എന്നാൽ BJPക്ക് പാകിസ്ഥാൻ ശത്രു രാജ്യമായിരിക്കാം, ഞങ്ങൾക്ക് അങ്ങനെയല്ല, ഞങ്ങൾക്കൊരു അയൽ രാജ്യം മാത്രമാണെന്നായിരുന്നു കോൺഗ്രസ് നേതാവിൻ്റെ വിവാദ പരാമർശം. ആ കൗൺസിലറുടെ പ്രസ്താവനയെ BJP രൂക്ഷമായി വിമർശിച്ചു. 4 തവണ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്തിട്ടും പാകിസ്ഥാൻ കോൺഗ്രസിന് അയൽ രാജ്യമാണ്. പാകിസ്ഥാനെക്കുറിച്ചുള്ള കോൺഗ്രസിൻ്റെ മനോഭാവം എന്താണെന്ന് കൗൺസിലർ പ്രസ്താവനയിലൂടെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. ജവഹർലാൽ നെഹ്റുവും മുഹമ്മദ് അലി ജിന്നയും തമ്മിലുള്ള ബന്ധം കോൺഗ്രസിൻ്റെ ഇപ്പോഴത്തെ തലമുറയും തുടരുന്നുണ്ടെന്ന് ഇപ്പോൾ വ്യക്തമായിരിക്കുന്നുവെന്ന് BJP തുറന്നടിക്കുന്നു. ഫെബ്രുവരി 27 കർണാടകയിലെ 4-ൽ 3 രാജ്യസഭാ സീറ്റുകളിലും കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥികൾ വിജയിച്ചതിന് പിന്നാലെ വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് MP ഡോക്ടർ സയ്യിദ് നസീർ ഹുസൈൻ്റെ അനുയായികൾ പാകിസ്ഥാൻ സിന്ദാബാദ് മുദ്രാവാക്യം ആഘോഷം നടത്തിയിരുന്നു. സംഭവത്തിൽ ഹുസൈനും കോൺഗ്രസ് പാർട്ടിക്കുമെതിരെ BJP MLA മാർ പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തതിനെ തുടർന്ന് സംസ്ഥാന നിയമസഭാ സമ്മേളനം നിർത്തിവച്ചിരുന്നു. ആരോപണ വിധേയമായ സംഭവത്തിൻ്റെ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിച്ചിരുന്നു. സംഭവത്തിൽ BJP JDS നേതാക്കൾ ശക്തമായി അപലപിച്ചിരിക്കുകയാണ്.